എൻ്റെ പള്ളിയുടെ ഈ ആഴ്ചത്തെ യാത്ര കോട്ടയം ജില്ലയിൽ മേലകാവിൽ സ്ഥിതി ചെയ്യുന്ന വാളകം സെന്റ് ലൂക്സ് CSI ദേവാലയത്തിൻ്റെ ചരിത്രവും വിശേഷങ്ങളും തേടിയാണ്. നൂറ്റി 150 വർഷങ്ങൾ പിന്നിട്ട വിശ്വാസ പാരമ്പര്യത്താലും ഒരു നാടിൻ്റെ തന്നെ വളർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്ത മേലുകാവ് വാളകം സെന്റ് ലൂക്സ് CSI ദേവാലയം. മിഷണറിയായിരുന്ന ഹെൻറി ബേക്കറിൻ്റെ വരവോടെയാണ് ഇവിടെ സുവിശേഷ പ്രവർത്തനം ആരംഭിക്കുന്നത്. എരുമാപ്ര ദേവാലയത്തിനു കീഴിലായിരുന്നു വാളകം പ്രദേശത്ത് സുവിശേഷ പ്രവർത്തനം നടന്നിരുന്നത്. വനപ്രദേശമായിരുന്ന ഇവിടെ അവികസിതവും ആൾതാമസം കുറവുമുള്ള സ്ഥലമായിരുന്നു. ഇവിടെ നേരത്തെ ഒരു ക്ഷേത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അത് പിന്നീട് തകരുകയും ദൈവകോപത്താലാണ് അത് സംഭവിച്ചത് എന്ന് ഇവിടെയുള്ള പൂർവികർ വിശ്വസിക്കുകയും പഴയതെല്ലാം ഉപേക്ഷിച്ച് അവർ സത്യദൈവത്തിലേക്ക് തിരിയുകയും ചെയ്തു. വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഒരു ദേവാലയം വേണമെന്ന് ആഗ്രഹിക്കുകയും 1873 ആദ്യ ദേവാലയം പണിയുകയും ചെയ്തു. പിന്നീട് 3 താൽക്കാലിക ദേവാലയങ്ങൾ സ്ഥാപിക്കുകയും 1946 ഇപ്പോൾ ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ആരാധനാലയം പണിയുകയും ചെയ്തു. വളരെ ദുരിതം നിറഞ്ഞ സാഹചര്യമായിരുന്നു അക്കാലത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ 25 വർഷങ്ങൾക്ക് മുമ്പ് ഇതുവഴി റോഡ് ഗതാഗതം നിലവിൽ വരികയും അത് ഒരു നാടിൻ്റെ തന്നെ പുരോഗതിക്ക് കാരണമാകുകയും ചെയ്തു. ഒരു ദേവാലയം നിർമ്മിക്കപ്പെടുന്നതോടുകൂടി അത് നാടിൻ്റെ തന്നെ നന്മയായി മാറുന്നതിൻ്റെ മകുടോദാഹരണമാണ് വാളകം സെന്റ് ലൂക്സ് CSI ദേവാലയം. തികച്ചും അവികസിതമായും വനമേഖലകളായും ഇരുന്ന ഈ സ്ഥലം വളരെ കുറച്ച് ആൾക്കാർ മാത്രം ജീവിത സന്ധാരണത്തിന് വേണ്ടി താമസിച്ചു വന്നിരുന്ന ഈ പ്രദേശത്ത് അന്ന് ഒരു പുരാതന ക്ഷേത്രമായിരുന്നു ആദ്യമായിട്ടുണ്ടായിരുന്നത്. ആ ക്ഷേത്രത്തിലുള്ള വിശ്വാസത്തിലായിരുന്നു അന്ന് ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാർ വിശ്വസിച്ചിരുന്നതും പ്രവർത്തിച്ചിരുന്നതുമൊക്കെ. എന്നാൽ അതിനുശേഷം ഹെൻറി ബേക്കറിൻ്റെ എരുമാപ്രായിലുള്ള പ്രവേശനത്തോടു കൂടെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് വരുവാൻ ഈ പ്രദേശത്തുള്ള ആൾക്കാർ ആഗ്രഹിക്കുകയും അതിനൊരു മുഖാന്തരം എന്ന നിലയിൽ അന്ന് ഇവിടെ നിലവിലിരുന്ന ക്ഷേത്രം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു പോയ ഒരു സാഹചര്യമുണ്ടായി. അതിനെക്കുറിച്ചൊരു അന്വേഷണം അന്ന് ഇവിടെ താമസിച്ചിരുന്ന പൂർവികർ നടത്തിയപ്പോൾ സ്ഥിരബുദ്ധിയില്ലാത്ത ഒരു മനുഷ്യൻ അത് തകർത്തതായിട്ട് ബോധ്യപ്പെടാനായിട്ട് സാധിച്ചു.
അതിന് തുടർന്നുണ്ടായ ചില പ്രയാസങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ക്ഷേത്രത്തിൻ്റെ കോപമാണ്, അല്ലെങ്കിൽ അതൊരു ഈ ഒരു കോപം ഈ ദേശത്തുണ്ട് എന്ന് ഇവിടുത്തെ ജനങ്ങൾ ബോധ്യപ്പെടുകയും ശരിയായിട്ടുള്ളൊരു ഈശ്വരവിശ്വാസത്തിലേക്ക് വരാനായിട്ടുള്ളൊരു പരിശ്രമം ഉണ്ടാകുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി എരുമാപ്രായിൽ ചെന്ന് അന്ന് മിഷണറിയായി പ്രവർത്തിച്ചിരുന്ന ഹെൻറി ബേക്കറിൻ്റെ പ്രവർത്തനത്താൽ ആരംഭിച്ച സുവിശേഷവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പൂർവ്വപിതാക്കന്മാർ ചെല്ലുകയും യേശുക്രിസ്തുവുള്ള വിശ്വാസത്തിലേക്ക് വരികയും ചെയ്തു. അവിടെ മുതലാണ് ഈ വാളകം ദേശത്തിൻ്റെ ഒരു ചരിത്രം ആരംഭിക്കുന്നത്. എന്നാൽ അതേ തുടർന്ന് തികച്ചും അവികസിതമായിരുന്ന യാത്രാ സൗകര്യങ്ങളില്ലാതിരുന്ന ഈ പ്രദേശം ഈ യേശുക്രിസ്തുവുള്ള വിശ്വാസത്തിലേക്ക് വന്നത് മുഖാന്തരം അവരുടെ മുഴുവൻ ജീവിതത്തിലൊരു പൂർണ്ണമായ വ്യത്യാസം വരുവാനായിട്ടിടയായിത്തീർന്നു. ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് വാളകം പള്ളിയുടെ ആരംഭം കുറിക്കുന്നത്. അന്ന് ഏതാണ്ട് 40ഓളം കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. വളരെ അധ്വാനശീലരും നല്ല പരിശ്രമികളുമായിരുന്ന അന്നത്തെ പൂർവ്വപിതാക്കന്മാർ അവരുടെ അതേ ഉത്സാഹത്തിൽ തന്നെ അവർ ദൈവവിശ്വാസത്തിലേക്ക് വരികയും ഇവിടെ ഒരു പള്ളി ഉണ്ടാകുന്നതിനെക്കുറിച്ച് അവർ ആഗ്രഹിക്കുകയും ചെയ്തു. അപ്രകാരമാണ് 1873 ആദ്യത്തെ പള്ളിയുടെ ആരംഭം ഇവിടെ കുറിക്കുന്നത്. പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ട് ആൾക്കാരിവിടെ വരുമായിരുന്നു. അന്ന് ഈ പ്രദേശത്ത്, ഈ വാളകം പ്രദേശം ഒഴിച്ച് മറ്റ് ഭാഗങ്ങളിലൊക്കെ വളരെ എതിർപ്പുകളും ഉപദ്രവങ്ങളും അങ്ങനെയുള്ളവരെ നേരിട്ടിരുന്നു. ആ സമയത്ത് അവർ സ്വയരക്ഷയ്ക്ക് വേണ്ടി അവർ വാള് ഊരി കയ്യിൽ പിടിച്ചിരുന്നെന്നാണ് ചരിത്രം പറയുന്നത്, പൂർവ്വപിതാക്കന്മാരൊക്കെ പറയുന്നത്. എന്നാൽ ഈ ഒരു ഭാഗം കഴിഞ്ഞ് ഈ വാളകത്തേക്ക് കടക്കുന്ന സമയം മുതൽ അവർ സുരക്ഷിതരാണ്, അവരെ ആരും ഉപദ്രവിക്കത്തില്ല. അതുകൊണ്ട് അവർ വാള് അകത്തിടും. അങ്ങനെയാണ് വാളകം എന്നുള്ള പേരുണ്ടായതെന്നാണ് ഇതിൻ്റെ ചരിത്രം പഠിപ്പിക്കുന്നത്. ഇന്ന് ഈ ദേശത്ത് 25 വർഷങ്ങൾക്ക് മുൻപ് റോഡുണ്ടായത് വഴി വലിയ വികസനങ്ങളൊന്നും ഇന്നും വന്നിട്ടില്ലെങ്കിൽ കൂടെ ഈ 145 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഈ സുവിശേഷ പ്രവർത്തനവും പൂർണ്ണമായി ദേശത്തുള്ള ജനങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചത് വഴി ഇന്നും ആ തലമുറ വളരെ അനുഗ്രഹീതരായി തീർന്നിരിക്കുന്നു എന്നതാണ് ഒരു വലിയ സത്യം, യാഥാർത്ഥ്യം. ൽ 1873 ദേവാലയത്തോടൊപ്പം സ്കൂളും നിലവിൽ വന്നു. വിശ്വാസികളുള്ള നാട് അനുഗ്രഹിക്കപ്പെടും എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ പ്രദേശം. സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ എല്ലാ മേഖലകളിലും ഈ നാട് മുൻപന്തിയിൽ നിൽക്കുന്നു. ആയിരത്തി 1873 ഈ പള്ളിയുടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ ഈ പ്രദേശത്ത് ഒരു സ്കൂൾ സ്ഥാപിതമാകാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ട് ആത്മീയമായി വളർച്ചയുടെ പ്രാരംഭമായി വിദ്യാഭ്യാസം നൽകുന്നതിന് അന്നത്തെ മിഷണറിമാർ ഉത്സാഹിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഇവിടെ ഒരു ആത്മീക ശുശ്രൂഷ ആരംഭിച്ചതോടൊപ്പം തന്നെ വിദ്യാഭ്യാസവും ആരംഭിച്ചു. അതുകൊണ്ട് ഈ പ്രദേശത്തെ ഏറ്റവും പഴക്കം ചെന്ന സ്കൂളുകളിൽ ഒന്നാണ് വാളകം CMS LP സ്കൂൾ. അന്ന് സ്കൂളിലെ അധ്യാപകരായി വന്നിരുന്നവരാണ് ആശാന്മാരായി ഏതാണ്ട് 15ഓളം ആശാന്മാർ ഇവിടുത്തെ ആത്മീക ശുശ്രൂഷകൾക്ക്, ദേവാലയത്തിലെ ശുശ്രൂഷകൾക്കും അവർ നേതൃത്വം നൽകി. അവർ വഴിയാണ് ഇവിടുത്തെ പഴയ 3 ദേവാലയങ്ങളും അതിനുശേഷമുള്ള ഈ പുതിയ ദേവാലയവും ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നത്. അന്ന് ഇതിൻ്റെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഭരണകാര്യങ്ങൾ എരുമാപ്ര ഇടവകയുടെ കീഴിലാണ് നടത്തപ്പെട്ടിരുന്നത്. ഈ 145 വർഷമായിട്ട് ഇന്ന് വരെ ഇവിടെ ഇടവക പട്ടക്കാരുടെ ചുമതലയിൽ ഈ ദേശത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായിരിക്കുന്ന സകല കാര്യവും നടന്നു വരുന്നു. ഇതൊരു ദൈവിക നിമിത്തമാണ്.
വാളകം സെന്റ് ലൂക്ക് CSI ദേവാലയത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 9 മണിക്കാണ് ആരാധന ആരംഭിക്കുന്നത്. ഇതുകൂടാതെ വെള്ളിയാഴ്ചകളിൽ ഉപവാസ പ്രാർത്ഥനകളും ക്രിസ്തുമസ്, ഈസ്റ്റർ തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും പ്രാർത്ഥനകളും ആരാധനകളും നടത്തിവരുന്നു. ഇപ്പോൾ ഈ 145 വർഷം പൂർത്തീകരിച്ചിരിക്കുന്ന ഈ ദേവാലയം ഒരു ജൂബിലി വർഷത്തിലാണ്. 2023 സെസ്ക്യൂ സെൻറ്റിനിയൽ ജൂബിലി ആഘോഷിക്കുന്ന ഒരു ദേവാലയമാണ്. അതുകൊണ്ട് ഈ ദേവാലയത്തിൽ ആത്മീകവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളും വളരെ സജീവമായി നടന്നു വരുന്നു എന്ന് പറയാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടുത്തെ ആരാധനാ രീതികൾ, ശുശ്രൂഷകളെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 9 മണിക്ക് വിശുദ്ധ സംസർഗത്തോടുകൂടി ആരാധന ഇവിടെ നടന്നു വരുന്നു. ഇടവകയിലെ അംഗങ്ങളെല്ലാം സജീവമായി ആരാധനകളിലും ശുശ്രൂഷകളിലും കൃത്യമായും പങ്കെടുക്കുന്നു. പ്രധാനമായി 4 ഞായറാഴ്ചകളെ ആരാധനകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ള ശുശ്രൂഷ വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ഉപവാസ പ്രാർത്ഥന കൃത്യമായിട്ട് നടന്നു വരുന്നു. വിശേഷ അവസരങ്ങളിൽ, പ്രത്യേകിച്ച് നോമ്പ് അവസരം, ക്രിസ്തുമസ്, ഈസ്റ്റർ അവസരങ്ങളിൽ എല്ലാ സന്ദർഭങ്ങളിലും രാവിലെയും വൈകിട്ടും പള്ളിയിൽ ആരാധനകൾ ക്രമീകരിക്കുന്നു. അതുപോലെ തന്നെ കൺവെൻഷൻ വർഷത്തിൽ ഒരിക്കൽ, എല്ലാ വർഷത്തിൻ്റെയും അവസാനം ഡിസംബർ മാസം 29, 30, 31 തീയതികളിൽ സഭയുടെ വാർഷിക കൺവെൻഷൻ നടത്തപ്പെടുന്നു. വാളകം സെന്റ് ലൂക്ക് CSI ദേവാലയത്തിലെ പോഷക സംഘടനകളുടെ പ്രവർത്തനം വളരെ സ്തുത്യർഹമാണ്. സൺഡേ സ്കൂൾ, ഗായക സംഘം, യുവജന പ്രസ്ഥാനം, സ്ത്രീജന സഖ്യം, എംപ്ലോയീസ് അസോസിയേഷൻ, മെൻസ് ഫെലോഷിപ്പ് എന്നിങ്ങനെ 6ഓളം സംഘടനകൾ ഇടവകയ്ക്ക് നട്ടെല്ലായി പ്രവർത്തിക്കുന്നു. ഇനി സഭയുടെ സംഘടനകളെ സംബന്ധിച്ച് പറയുമ്പോൾ, സംഘടനകളെല്ലാം വളരെ സജീവമായി ദൈവകൃപയാൽ നടത്തപ്പെടുന്നു. നിയമിക്കപ്പെട്ട ചുമതലക്കാരുടെ ഉത്തരവാദിത്വത്തിൽ തന്നെ എല്ലാ സംഘടനകളും സജീവമായി പ്രവർത്തിക്കുന്നു. ഒന്നാമത് സൺഡേ സ്കൂൾ. സൺഡേ സ്കൂളിൽ സൂപ്രണ്ടൻ്റായി ശ്രീ OJ ജേക്കബ് പ്രവർത്തിക്കുന്നു. അതിൻ്റെ സെക്രട്ടറിയായി മിസ്റ്റർ സെബാസ്റ്റ്യൻ ജോർജ് പ്രവർത്തിക്കുന്നു. 6 അധ്യാപകർ സൺഡേ സ്കൂളിൽ കൃത്യമായി പങ്കെടുക്കുന്നു. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 7:30 മണിക്ക് സൺഡേ സ്കൂൾ നടക്കുന്നു. നമ്മുടെ ഈ പള്ളിക്കുള്ള ഹോസ്റ്റലിലെ കുട്ടികളടക്കം 30ഓളം കുഞ്ഞുങ്ങൾ കൃത്യമായി സൺഡേ സ്കൂളിൽ പങ്കെടുക്കുന്നു. സൺഡേ സ്കൂളിൻ്റെ ഓരോ വർഷവുമുള്ള മഹായിടവതലത്തിലുള്ള പ്രത്യേകതകളുള്ള എല്ലാ വിശേഷാവസരങ്ങളിലും സൺഡേ സ്കൂൾ അതിൻ്റെ ചുമതല ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ സംഘടന എന്ന് പറയുന്നത് ഗായക സംഘമാണ്.
ഗായക സംഘം ഇപ്പോൾ 28 അംഗങ്ങളുള്ള ഗായക സംഘം വളരെ തയ്യാറെടുപ്പോടുകൂടെ എല്ലാ ഞായറാഴ്ചകളിലെ ശുശ്രൂഷകൾക്കും വിശേഷ അവസരങ്ങളിലെ ശുശ്രൂഷകൾക്കും ക്രിസ്തുമസ് ഗാന ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുന്നു. വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഗായക സംഘം ഇവിടെയുണ്ട്. പള്ളിക്കകത്തും പള്ളിക്ക് പുറത്തും ഉള്ള വിവിധ ശുശ്രൂഷകളിൽ അവരുടെ സാന്നിധ്യം അവർ ഉറപ്പാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗായക സംഘത്തിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ശുശ്രൂഷയാണ് ക്രിസ്തുമസ് ഗാന ശുശ്രൂഷ. അതെല്ലാ വർഷവും ഡിസംബർ മാസം 23-ാം തീയതി കൃത്യമായി അവർ മനോഹരമായ ഗാന ശുശ്രൂഷ നടത്തുന്നു. അതോടൊപ്പം തന്നെ ക്രിസ്മസിൻ്റെ അവസരത്തിൽ ഭവനം തോറുമുള്ള ഗാന ശുശ്രൂഷ ഉണ്ട്. യേശുവിൻ്റെ തിരുജനനത്തെക്കുറിച്ചുള്ള ആ ഒരു പ്രഖ്യാപനം, അതിലും ഗായക സംഘം സജീവമാണ്. മറ്റൊരു സംഘടന യുവജന പ്രസ്ഥാനമാണ്. ഈ ഇടവകയിലെ യുവജനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് വളരെ സുശക്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു യുവജന പ്രസ്ഥാനം ഇവിടെ ഉണ്ട്. സഭയുടെ ആത്മീയവും ഭൗതികമായ കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള വളരെ വിഷയങ്ങളിലും, അതുപോലെ സമൂഹത്തിന് അത്യാവശ്യം നൽകേണ്ട പല സംഭാവനകൾ നൽകിക്കൊണ്ട് യുവജന പ്രസ്ഥാനം പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് ഈ അടുത്ത സമയത്തുണ്ടായ കേരളത്തിലെ വലിയ ജലപ്രളയം ഉണ്ടായ സമയത്ത് യുവജന പ്രസ്ഥാനം ആയിരക്കണക്കിന് രൂപ സംഘടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ വസ്ത്ര ശേഖരണം നടത്തുകയും അഫക്റ്റഡ് ഏരിയയിൽ പോയി അരി വിതരണം നടത്തുകയും ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ സഭയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ആവശ്യമായി ബന്ധപ്പെട്ട് വരുന്ന പ്രവർത്തനങ്ങളിലെല്ലാം യുവജന പ്രസ്ഥാനം വളരെ സജീവമാണ്. മറ്റൊരു സംഘടന എന്ന് പറയുന്നത് സ്ത്രീജനസഖ്യമാണ്. പ്രത്യേകിച്ച് CSI പോലുള്ള സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് സ്ത്രീജനസഖ്യം. ഇവിടെ 36 സ്ത്രീജനസഖ്യ അംഗങ്ങൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് ശേഷം അവർ ഒരുമിച്ച് കൂടുകയും അവരുടെ പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കുകയും കൂട്ടായ്മകൾ നടത്തുകയും രോഗികളെ സന്ദർശിക്കുകയും ഭവന സന്ദർശനം നടത്തുകയും ചെയ്യുന്നു. എംപ്ലോയീസ് അസോസിയേഷനാണ്. ഈ ഇടവകയിലെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ധാരാളം ഉദ്യോഗസ്ഥരും റിട്ടയർ ചെയ്തവരുമായ ഉദ്യോഗസ്ഥരുണ്ട്. അത്ര സജീവമായിട്ടല്ല അവരുടെ പ്രവർത്തനമെങ്കിലും വർഷത്തിലൊരിക്കൽ ഡിസംബർ മാസം 25-ാം തീയതി അവരുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ആരാധനകളും ശുശ്രൂഷകളും നടത്തുകയും പള്ളിയുടെ ഡെവലപ്മെൻറ്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ എംപ്ലോയീസ് അസോസിയേഷൻ സമയാസമയങ്ങളിൽ വളരെയധികം സാമ്പത്തിക സപ്പോർട്ടുകൾ നൽകുന്നു. മെൻസ് ഫെലോഷിപ്പ് ഈ അടുത്ത സമയത്താണ് സഭയിൽ ആരംഭിച്ചത്. അതുകൊണ്ട് സഭയായി ഒരു മിഷൻ ഫീൽഡ് ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അംഗങ്ങളായി സഭയിലെ ഏതാണ്ട് 30ഓളം അംഗങ്ങളെ അവരതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതാണ് മെൻസ് ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനമായി നിൽക്കുന്നത്. പൊതുവെ ഈ സംഘടനകളാണ് ഈ സഭയുടെ ജീവനാഡിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വാളകം 145 വർഷം പിന്നിടുമ്പോഴും ഏകദേശം വാളകം സഭയ്ക്ക് അടിസ്ഥാനമിട്ട ആ 145 വർഷക്കാലവും തോളവും അത്ര തന്നെ പാരമ്പര്യവും ഉള്ള ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് സൺഡേ സ്കൂൾ. വാളകം സൺഡേ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ഞങ്ങളുടെ പൂർവികന്മാർക്ക് ആഴമേറിയ ചിന്തയും അതുപോലുള്ള കാഴ്ചപ്പാടും ഉണ്ടായതിൻ്റെ ഫലമാണ് ഇന്ന് വളരെ ശക്തമായ ഒരു സംഘടനയായി സഭയ്ക്കുള്ളിൽ ചിട്ടയോടും അതുപോലെ പരിപൂർണ ഉത്തരവാദിത്വത്തോടും കൂടെ പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്നത്. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളെ പഠിപ്പിക്കുവാനായി ഹോസ്റ്റൽ സൗകര്യവും ദേവാലയം നൽകുന്നു.
വാളകം ഇടവകയുടെ എടുത്തു പറയത്തക്ക ഒരു പ്രത്യേക പദ്ധതിയാണ് ഒരു ഹോസ്റ്റൽ ആരംഭിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഇത് ഇപ്രകാരം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കാരണം സഭയുടെ ഒരു മിഷൻ പ്രവർത്തനമായിട്ടാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് നിന്ന് വളരെ മൈലുകൾക്കപ്പുറയുള്ള വനാന്തർ ഭാഗങ്ങളിൽ നിന്നും ആദിവാസി കുടികളിൽ നിന്നും വിദ്യാഭ്യാസത്തിന് യാതൊരു സാധ്യതയുമില്ലാത്ത നഷ്ടപ്പെട്ടു പോകുന്ന കുട്ടികളെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് മുഴുവൻ കാര്യങ്ങളും സൗജന്യമായി സഭയുടെ ചെലവിൽ നൽകിക്കൊണ്ട് ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷ സഭയുടെ ചാരിറ്റിയാണ്. മാത്രമല്ല സഭയുടെ ഒരു മിഷണറി പ്രവർത്തനം കൂടിയാണത്. കാരണം സഭ ഈ പ്രദേശങ്ങൾ ആരംഭിച്ചപ്പോൾ ആദ്യമായി ചെയ്തത് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പ്രദേശമെല്ലാം വികസിച്ചിട്ടുള്ളതും ഇവിടുത്തെ ജനങ്ങൾ വളർന്നിട്ടുള്ളതും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാളകം ഇടവകയും മറ്റ് വിദ്യാഭ്യാസം ലഭിക്കുവാൻ സാധ്യതയില്ലാത്ത ദേശങ്ങളിൽ നിന്ന് കുട്ടികളെ തേടിപ്പിടിച്ച് കൊണ്ടുവന്ന് ഇവിടെ വന്നെത്തുന്ന നിമിഷം മുതൽ അവരെവിടം വരെ പഠിച്ചു പോകാമോ അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും നൽകി അവരെ പഠിപ്പിക്കുവാനുള്ള ഒരു ഹോസ്റ്റൽ സംവിധാനം ഞങ്ങളിവിടെ പള്ളിയുടെ ചെലവിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. വർഷങ്ങൾ പിന്നിടുന്ന വാളകം സെന്റ് ലൂസ് CSI ദേവാലയം ഒരു സമൂഹത്തിന്റെ തന്നെ നിറവിളക്കായി ശോഭിക്കുന്നു. വാളകം സഭയുടെ ചരിത്രത്തിലെ നിർണായകമായ ഒരു അധ്യായമുണ്ട്. ഈസ്റ്റ് കേരള മഹാ ഇടവകയുടെ പ്രഥമ ബിഷപ്പ് റൈറ്റ് റവറൻ K. മൈക്കിൾ ജോൺ തിരുമേനി ജനിച്ചു വളർന്ന പഠിച്ചു വളർന്ന ഒരിടവകയാണ് വാളകം ഇടവക. K. മൈക്കിൾ ജോൺ തിരുമേനി ദിവംഗതനായി. മാതൃമഹാ ഇടവകയായിരുന്ന മധ്യകേരള മഹാ ഇടവകയിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു വൈദികനും ലോകം അറിയപ്പെടുന്ന ഒരു കൺവെൻഷൻ പ്രസംഗകനുമായിരുന്നു K. മൈക്കിൾ ജോൺ തിരുമേനി. അതുകൊണ്ട് വാളകം ചരിത്രത്തിലെന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈസ്റ്റ് കേരള മഹാ ഇടവകയുടെ പ്രഥമ ബിഷപ്പ് K. മൈക്കിൾ ജോൺ തിരുമേനി. അദ്ദേഹത്തോടൊപ്പം തന്നെ ഈ കൊച്ചു ഇടവകയിൽ നിന്ന് 4 വൈദികർ പൂർണ്ണസമയ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചവരുണ്ട്. ഒന്ന് റവറൻ K.S. ദാനിയൽ, റവറൻ K.S. ജോർജ്, ഇപ്പോൾ മുൻപ് ഉണ്ടായിരുന്ന റവറൻ C.I. ജോസഫ്. അതോടൊപ്പം തന്നെ നോർത്ത് കേരള മഹാ ഇടവകയിൽ 30ഓളം വർഷം സിസ്റ്ററായി സേവനം അനുഷ്ഠിച്ചിരുന്ന സിസ്റ്റർ C.I. റേച്ചൽ. വാളകം സഭ ദൈവം തമ്പുരാൻ്റെ ദിവ്യ വിചാരണയിൽ 145 വർഷമായി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ കാലാകാലങ്ങളിൽ ഈ സഭയ്ക്ക് നൽകിയിട്ടുള്ള ശുശ്രൂഷകരിലൂടെയും ആരംഭം മുതലുള്ള ആശാന്മാരിലൂടെയുള്ള പ്രവർത്തനങ്ങളിലൂടെയും ഈ സഭ വളർന്ന് ഒരു ജൂബിലിയുടെ നിറവിൽ എത്തി നിൽക്കുമ്പോൾ ഈ സഭ എത്രത്തോളം സഹായിച്ച ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയാണ്.
പരിശുദ്ധാത്മ നിയോഗത്താൽ ഒരു സമൂഹത്തിന്റെ ആത്മീയവും ഭൗതികവുമായ നന്മയ്ക്ക് കാരണമായി ഈ ദേവാലയം പ്രശോഭിച്ചു നിൽക്കുന്നു. മേലുകാവ് വാളകം സെന്റ് ലൂക്ക് CSI ദേവാലയം നാടിന്റെ നന്മയായും ദേശത്തിന് വിളക്കായും ഇവിടെ പ്രശോഭിക്കുന്നു. എന്റെ പള്ളിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.